നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. പീച്ചി ഡാമിൽ മരണമടഞ്ഞ വിദ്യാർത്ഥി നേതാവിന് സഹപാഠികളുടെയും നാട്ടുകാരുടെയും യാത്രാമൊഴി. SFI മഹാരാജാസ് യൂണിറ്റ് സെക്രട്ടറി യഹിയയ്ക്ക് ജന്മനാട് കണ്ണീരോടെ വിട നൽകി. വൈകുന്നേരം 4 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. SFI സംസ്ഥാന പ്രസിഡന്റ് PM ആർഷയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി നേതാക്കളും മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. നേരത്തെ തൃശൂർ ജില്ലാ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാർട്ടി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 2 മണിക്കൂറോളം പൊതുദർശനത്തിന് വച്ചിരുന്നു. അതിനുശേഷമാണ് നാട്ടിലേക്ക് കൊണ്ടുവന്നത്. വെള്ളിയാമ്പ്രം കുന്നുംപറമ്പ് റോഡിലുള്ള വീട്ടിലേക്ക് 4 മണിയോടെയാണ് മൃതദേഹം എത്തിച്ചത്. ഇവിടെ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയാണ് യഹിയയെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. നാട്ടുകാരും സുഹൃത്തുക്കളും സഹപാഠികളും സംഘടനാ പ്രവർത്തകരും വിങ്ങിപ്പൊട്ടിയാണ് സഖാവിനെ അവസാനമായി കാണാനെത്തിയത്. തുടർന്ന് 5:30 മണിയോടെ വെള്ളിയാമ്പ്രം ജുമാ മസ്ജിദിൽ ഖബറടക്കി. SFIയുടെ മഹാരാജാസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. നേരത്തെ കോളേജ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. എറണാകുളം ഏരിയ SFI ജോയിന്റ് സെക്രട്ടറി കൂടിയായിരുന്നു യഹിയ. ചമ്മാട് കുതുബുസമാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം. തിരുരങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അതിനുശേഷം ഡിഗ്രി പഠനത്തിനായാണ് എറണാകുളം മഹാരാജാസിലേക്ക് പോയത്. 3 വർഷത്തെ പഠനത്തിനു ശേഷം യഹിയ 1 വർഷം പഠനം താൽക്കാലികമായി നിർത്തിവെച്ച് പാർട്ട് ടൈമായി ജോലിക്ക് പോയിരുന്നു. തുടർന്നാണ് PG പഠനത്തിന് ചേർന്നത്. നിലവിൽ PG വിദ്യാർത്ഥിയായിരുന്നു യഹിയ. SFIയുടെ ക്യാമ്പസിലെ ഒരു ചിരിക്കുന്ന മുഖമാണ് നഷ്ടമായതെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. SFIയുടെ ഒരു ചിരിച്ച മുഖം എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും കയറി വരുമ്പോൾ ചിരിച്ച മുഖത്തോടെ അല്ലാണ്ട് നമ്മളെ സ്വീകരിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചു എന്നുള്ള ചോദ്യം കഴിച്ചിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് ക്യാൻറ്റീനിലുള്ള ഭക്ഷണം തരുത്തും എന്തൊക്കെയാണ് ഇല്ലാത്ത മഹാരാജാസ് എന്ന് പറയുന്നത് കണ്ടറിയണമെന്ന് കാണുന്നത്. കൂടുതലൊന്നും ഈ ഒരു അവസരത്തിൽ പറയാനില്ല. വിദ്യാർത്ഥിനികളടക്കം കാണാനെത്തിയിരുന്നു. കലാരംഗത്തും സജീവമായിരുന്നു യഹിയ. നാട്ടിൽ പാണ്ടിമുറ്റം അൽഫത്ത് ദഫ് സംഘത്തിലെ പാട്ടുകാരനായിരുന്നു. കൂടാതെ കേരളോത്സവത്തിലും പങ്കെടുത്തിരുന്നു. നേരത്തെ SSFൻ്റെ സാഹിത്യോത്സവത്തിലെ മത്സരാർത്ഥിയായിരുന്നു യഹിയ. SSF സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് യഹിയയുടെ തുടക്കം. നാട്ടിൽ പാർട്ടി പ്രവർത്തന രംഗത്ത് സജീവമല്ലായിരുന്നു. 5 വർഷത്തോളമായി പഠനത്തിൻ്റെ ഭാഗമായി യഹിയ എറണാകുളത്ത് തന്നെയായിരുന്നു. കോളേജിൽ കോൽക്കളി അടക്കമുള്ള മാപ്പിളക്കലകളിലും സജീവമായിരുന്നു യഹിയ. CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, മന്ത്രി V അബ്ദുറഹ്മാൻ, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP അനിൽ, പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ, CPIM ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ, യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ, DYFA ജില്ലാ സെക്രട്ടറി K ശ്യാംപ്രസാദ്, SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ, സെക്രട്ടറി PM ആർഷോ, കേന്ദ്ര കമ്മിറ്റി അംഗം E അഫ്സൽ, KV അനുരാഗ്, ബാലസംഘം സംസ്ഥാന സെക്രട്ടറി N ആദിൽ, SFI ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി ഷിഹാബ, പ്രസിഡന്റ് K ഹരിമോൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി അർജുൻ ബാബു, പ്രസിഡന്റ് പ്രജിത് K ബാബു തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.